നിങ്ങൾ സ്വന്തമായിട്ടൊരു EV ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിലും ബാറ്ററിയുടെ കാര്യത്തിലും ഒക്കെ ഒരു കൺസേൺ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം ചാർജ് കുറവാണ്, കുറച്ച് ചാർജേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തിരിച്ച് നമ്മുടെ ചാർജറിലേക്ക് എത്തുക എന്നുള്ളൊരു സന്ദർഭം വരികയാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യാറെന്ന് വെച്ചാൽ ബാറ്ററി തീരാറാവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും താഴെയുള്ള മോഡിലേക്ക് പോകും, സ്മാർട്ട് എക്കോ. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഉരുട്ടേണ്ടി വരുമെന്നുള്ളൊരു അവസ്ഥ തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ മോഡിലേക്ക് പോകണം. സ്പോർട്സ് പല വിധത്തിൽ വിളിക്കാറുണ്ട്, സ്പോർട്സ്, ഹൈപ്പർ സിപ്പ്. അപ്പോൾ ഏതാണോ ആ ഒരു മോഡിലേക്ക് ഇട്ടിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഉരുട്ടി കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക. ഗ്രാജുവൽ ആയിട്ടുള്ള ആക്സിലറേഷൻ ആണെങ്കിൽ പവർ കൺസംഷൻ കുറയും. സ്ഥിരമായിട്ട് ടയർ പ്രഷർ ചെക്ക് ചെയ്യാം, എസ്പെഷ്യലി EVs. അപ്പോൾ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഡെയിലി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്തിടുക. രാത്രി സമയത്ത് പെട്ടെന്ന് ചാർജ് ആവുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു നല്ലൊരു സമയമെടുത്ത് പതിയെ ചാർജ് കയറുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 80% ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യുക. കഴിവതും ഒരു 80% വരെ നിങ്ങളുടെ സ്കൂട്ടർ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ദൂരമൊന്നും യാത്രയില്ല എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാടധികം മൈലേജും അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.